ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. 250 ml കപ്പിന് 2 കപ്പ് പച്ചരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പച്ചരി ഞാൻ 2 മണിക്കൂർ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്തതാണ്. 2 മണിക്കൂറിൽ കൂടുതൽ സമയം കുതിർക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ 3 തവണ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. പച്ചരിയിലെ ചെറിയ അഴുക്കും പൊടിയൊക്കെ കാണും. അത് മാറാനായിട്ട് 2-3 തവണ ഒന്ന് കഴുകിയെടുത്താൽ മതിയാകും. ഇനി ഈ വെള്ളം നല്ല രീതിയിലൊന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ ഒരു കട്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് തല്ലി പൊട്ടിച്ചെടുക്കാം. ഇതിപ്പം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് തല്ലി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നല്ല രീതിയിൽ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിപ്പം നല്ല ചൂടാണ്. ഒരു ഇളം ചൂടാവുന്നവരെ ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇത് ഇളം ചൂടോടുകൂടി നമുക്ക് അരിയിലേക്ക് നമുക്കൊന്ന് ചേർത്ത് അരച്ചെടുക്കാം. ഊറ്റി വെച്ചിരിക്കുന്ന പച്ചരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 വട്ടമായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് പകുതി പച്ചരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചരി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 4 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 പാളയംകുടം പഴമാണ്. അത് ചെറുതായതുകൊണ്ടാണ് 4 ഇട്ട് കൊടുക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഇളം ചൂടോടുകൂടി നമ്മുടെ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി ശർക്കര പാനിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ല രീതിയിൽ ചെറിയ തരിയോടുകൂടി ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ ചെറിയ തരിയോടുകൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള പച്ചരിയും കൂടെ ഇതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കാനായിട്ട് 8 ഏലക്കായും 8 പാളയംകുടം പഴമാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. ചെറിയ പാളയംകുടം പഴമായതുകൊണ്ടാണ് 8 ചേർത്തിരിക്കുന്നത്. വലിയ പഴമാണെങ്കിൽ 5 ചേർത്താലും മതിയാകും. പാളയംകുടം പഴം കിട്ടിയില്ലെങ്കിൽ റോബസ്റ്റ പഴമായാലും മതിയാകും. രണ്ടാമത് ഇട്ട പച്ചരിയും നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു തേങ്ങയുടെ പകുതി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നെയ്യിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് വറുത്തെടുക്കാനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ നെയ്യാണ് ഞാനിത് വറുത്തെടുക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യ് നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. ആ സമയത്തിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ തേങ്ങ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വറുത്തെടുത്ത തേങ്ങ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അടപ്പ് ഉപയോഗിച്ച് ഒരു 3 മണിക്കൂറൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 3 മണിക്കൂറിന് ശേഷം അടപ്പ് തുറന്ന് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ജീരകം ഒന്ന് വറുത്തുകോരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ പൊങ്ങി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ലൂസാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കര ഉരുക്കി ഇതിനകത്ത് അല്പം വെള്ളം കൂടെ ഒഴിച്ചൊന്ന് അരിച്ചെടുത്ത വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല രീതിയിൽ നല്ല പരുവത്തിന് നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. പഴം ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മാവ് നല്ല രീതിയിൽ പൊങ്ങി വരും. അതുകൊണ്ട് തന്നെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനി വറുത്തെടുക്കാനായിട്ട് നമുക്ക് ഉണ്ണിയപ്പക്കാര ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം.
ഒരു സൈഡ് വെന്ത് നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ രണ്ട് സൈഡും മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഇതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ തയ്യാറായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേയും ബൈ. താങ്ക് യു.